2026 മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾക്കായി എവിടെ റിപ്പീറ്റ് ചെയ്യണം എന്ന് കൺഫ്യൂഷനിലാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. മാത്രവുമല്ല, റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നൽകുകയും വേണം. 2024 നീറ്റ് എക്സാമിലൂടെ വൻ വിജയം കരസ്ഥമാക്കി കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അഡ്മിഷൻ നേടിയ 90% ഓഫ് സ്റ്റുഡൻസും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. രാജ്യമെമ്പാടുമുള്ള വിവിധ മെഡിക്കൽ കോളേജുകളിലേക്കും എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും ബ്രില്യന്റ് ടീം ഒരു യാത്ര നടത്തി ബ്രില്യന്റിൽ പഠിച്ച വിദ്യാർത്ഥികളെ നേരിട്ട് കാണാനും ബ്രില്യന്റ് അവകാശപ്പെടുന്ന റിസൾട്ടുകൾ എത്രമാത്രം സത്യസന്ധമാണെന്ന് തെളിയിക്കാനും ഏറ്റവും മികവുറ്റ പരിശീലനം ബ്രില്യന്റിലാണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ പറയുന്നത് കേരളത്തിലെ ഓരോ മാതാപിതാക്കളും വിദ്യാർത്ഥികളെയും മനസ്സിലാക്കി നൽകുക എന്ന ഏക ലക്ഷ്യവുമായി ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലൂടെയുള്ള ഈ യാത്ര ബ്രില്യന്റ് എന്ന പേര് എങ്ങനെയാണ് വിജയത്തിന്റെ പര്യായമായി മാറിയത് എന്ന് തെളിയിക്കാൻ പോവുകയാണ്. എയിംസ്, ജിപ്മ, AFMC, IIT പോലുള്ള രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു ബ്രില്യന്റ് ടീമിന്റെ തുടക്കം. ഇന്ത്യയിലെ ഓരോ മെഡിക്കൽ വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് എയിംസ് ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ എയിംസ് ഡൽഹിയിൽ ബ്രില്യന്റ് ടീം എത്തിയപ്പോൾ ബ്രില്യന്റിനെ ബ്രില്യന്റിയൻസ് വരവേറ്റത് എയിംസ് ഡൽഹിയുടെ അക്കാഡമിക് ബ്ലോക്കിന് മുന്നിൽ നിന്നുണ്ടായിരുന്നു. നീറ്റ് എക്സാമിലൂടെ 720-ൽ 720 നേടി രാജ്യാന്തര തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി ബ്രില്യന്റ് നൽകിയ 1 കോടി രൂപ സ്കോളർഷിപ്പ് നേടിയ ശ്രീനന്ദ് ശർമിലും മറ്റ് ഫസ്റ്റ് ഇയർ മല്ലു ബ്രില്യന്റിയൻസും ഏറെ അഭിമാനപൂർവ്വം ബ്രില്യന്റ് ഫാമിലിയെ വരവേറ്റു. ഇന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ ഓരോ വിദ്യാർത്ഥിയെയും എയിംസ് സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ബ്രില്യന്റ് സ്റ്റഡീസ് സെന്റർ ആണ്. അവർ ഇന്ന് നിൽക്കുന്ന ഈ സ്വപ്നം നേടിക്കൊടുത്തതും ബ്രില്യന്റ് സ്റ്റഡീസ് സെന്റർ ആണ്. രാജ്യത്തെ നമ്പർ 1 മെഡിക്കൽ കോളേജായ എയിംസ് ഡൽഹിയിൽ ഇന്നോളം പ്രവേശനം നേടിയ മലയാളി വിദ്യാർത്ഥികളിൽ 90% ബ്രില്യന്റിൽ നിന്നുള്ളവരാണ്. ബ്രില്യന്റിൽ നിന്നും രാജ്യാന്തര തലത്തിൽ എൻട്രൻസ് എക്സാമിൽ മുഴുവൻ സ്കോറുകളും 1ാം സ്ഥാനങ്ങളും കരസ്ഥമാക്കിയ നിരവധി വിദ്യാർത്ഥികളാണ് എയിംസ് ഡൽഹിയിൽ അണിനിരന്നത്. അതിൽ തന്നെ പല വർഷങ്ങളിലായി രാജ്യാന്തര തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ 3 വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധേയരായിരുന്നു. ജയ്ബൻ ജോർജ്, മുഹമ്മദ് മുനവ്യ, ശ്രീനന്ദ് ശർമിൽ. പിന്നീട് ബ്രില്യന്റ് ടീം നേരെ AFMC പൂനെയിലേക്ക്. AFMC എന്ന സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കിയ ഒരു ബ്രില്യന്റ് വിദ്യാർത്ഥിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ബ്രില്യന്റ് AFMC പൂനെയിൽ എത്തുന്നത്. ഒരുപാട് നിയന്ത്രണങ്ങളും സുരക്ഷാ സന്നാഹങ്ങളുമുള്ള ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിനുള്ളിൽ ബ്രില്യന്റിലെ മലയാളി വിദ്യാർത്ഥികളുടെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രം ബ്രില്യന്റ് ഫാമിലിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യയുടെ യുദ്ധവീരഗാഥകൾക്ക് മുന്നിൽ നിന്ന പല ചരിത്ര ശേഷിപ്പുകളും വിദ്യാർത്ഥികൾ ബ്രില്യന്റ് ടീമിന് കാട്ടിത്തന്നു. ഇന്ത്യയിലെ ഏറ്റവും അച്ചടക്കമുള്ളതും കഠിനമായ പ്രവേശന പ്രക്രിയയുള്ളതുമായ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് AFMC. AFMCയിൽ പ്രവേശനം നേടിയ മലയാളി വിദ്യാർത്ഥികളിൽ 90% ഓഫ് സ്റ്റുഡൻസും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് എന്നത് ഏറ്റവും വലിയ വസ്തുത. From brilliant to AFMC. ഒരു ഡോക്ടർ കുപ്പായത്തിൽ സൈനിക ഡോക്ടറായി രാജ്യസേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹവും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ നേടിയെടുത്ത നിമിഷം ബ്രില്യന്റ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ടതായിരുന്നു.
അവിടുന്ന് നേരെ എയിംസ് ഭുവനേശ്വറിലേക്ക് വിജയത്തിന്റെ തുടർക്കഥ. എയിംസ് ഡൽഹിയിലെ വിജയം ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ലെന്ന് എയിംസ് ഭുവനേശ്വറിൽ എത്തിയപ്പോൾ ബോധ്യമായി. അവിടെയും പ്രവേശനം നേടിയ മലയാളി വിദ്യാർത്ഥികളിൽ 90% ബ്രില്യന്റിൽ നിന്നുള്ളവരായിരുന്നു. ഭുവനേശ്വറിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പല ഇടങ്ങളിലേക്കും ബ്രില്യൻ ടീമിനെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള എയിംസ് ശാഖകളിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മലയാളി വിദ്യാർത്ഥികളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. അവരെല്ലാം അവരാഗ്രഹിച്ച മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടാൻ പ്രാപ്തരാക്കിയത് ബ്രില്യൻ സ്റ്റഡി സെന്റർ. പിന്നീട് നീറ്റ് എഴുതുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നഭൂമിയായ ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക്. പോണ്ടിച്ചേരി പിന്നെ പറയാനുണ്ടോ, അടിപൊളിയല്ലേ? ജിപ്മറിൽ ഫസ്റ്റ് ഇയറിൽ ആകെയുള്ള 100 MBBS സീറ്റുകളിൽ 30 ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് കരസ്ഥമാക്കിയത്. അവരുടെ ഒരു മാസ് വരവുണ്ട് ക്യാമ്പസിനുള്ളിലൂടെയും പോണ്ടിച്ചേരിയുടെ ദൃശ്യചാരുതയിലൂടെയും. പിന്നീട് സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാമായി അണിനിരന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി. ജിപ്മർ പോണ്ടിച്ചേരിയിലെ MBBS സീറ്റുകൾ നേടിയ മലയാളി വിദ്യാർത്ഥികളെല്ലാം ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. പിന്നീട് നേരെ ഇന്ത്യയുടെ അഭിമാനമായ IIT മദ്രാസിലേക്ക്. ഈ സന്ദർശനത്തിൽ സന്തോഷിച്ചത് ബ്രില്യൻ ടീം മാത്രമല്ല, കേരളത്തിലെ ഉയർന്ന കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഹാപ്പിയായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് IIT മദ്രാസ് സ്വപ്നം കാണുന്നത്. യെസ്, IIT മദ്രാസിന്റെ വാർഷിക ഓപ്പൺ ഹൗസ് പരിപാടിയോടനുബന്ധിച്ചായിരുന്നു ബ്രില്യൻ ടീമിന്റെ സന്ദർശനം. കഴിഞ്ഞ വർഷത്തെ JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി മദ്രാസ് IITയിൽ പ്രവേശനം നേടിയ തങ്ങളുടെ വിദ്യാർത്ഥികളെ നേരിൽ കാണുക എന്നതായിരുന്നു ബ്രില്യൻ ടീമിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ക്യാമ്പസിനുള്ളിൽ കണ്ട കാഴ്ച കേരളത്തിലെ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. IIT മദ്രാസിൽ നിലവിൽ പഠിക്കുന്ന 95% മലയാളി വിദ്യാർത്ഥികൾ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് കേവലം ഒരു വിജയമായിരുന്നില്ല, മറിച്ച് ബ്രില്യന്റിന്റെ എഞ്ചിനീയറിംഗ് മേഖലയിലെ കുതിപ്പായി മാറുകയായിരുന്നു. IIT മദ്രാസിലെ ഓപ്പൺ ഹൗസ് പരിപാടിക്ക് മിഴിവേകാൻ കേന്ദ്ര റെയിൽവേ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി ശ്രീ അശ്വനി വൈഷ്ണവ് നേരിട്ടെത്തിയിരുന്നു. ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് ദിശാബോധം നൽകുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബ്രില്യൻ ടീമിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമായി മാറി. മന്ത്രിയോടൊപ്പം തന്നെ IIT മദ്രാസ് അധികൃതർ ബ്രില്യൻ സ്റ്റഡി സെന്ററിനെ ഓപ്പൺ ഹൗസിലേക്ക് സ്വാഗതം ചെയ്തു. അവിടുത്തെ ബ്രില്യൻ വിദ്യാർത്ഥികളുടെ മികവ് മന്ത്രിക്കൊപ്പം നിന്നുകൊണ്ടാണ് ബ്രില്യൻ ടീം സാക്ഷിയായത്. അവിടുന്ന് നേരെ പിന്നെ കേരനിരകളുടെ നാട്, യെസ്, നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക്, കേരളത്തിലെ നമ്മുടെ കോഴിക്കോട്ടേക്ക്. പൂമരങ്ങളായി ഗസൽ നിറയും പൊൻകിനാവുമായി ഇനി ഒന്നായി ചേരാം നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBSൽ ബ്രില്യന്റിലെ പ്രതിഭകളുടെ പ്രവാഹമായിരുന്നു. 2024 നീറ്റ് എക്സാമിലൂടെ വലിയൊരു വിജയഗാഥയാണ് ബ്രില്യന്റിനെ കോഴിക്കോട് കാത്തിരുന്നത്. +250 സീറ്റുകളുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 200-ലധികം വിദ്യാർത്ഥികളും ബ്രില്യന്റിൽ നിന്നുള്ളവരായി. കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നിൽ ബ്രില്യൻ നേടിയ ഈ വിജയം ബ്രില്യന്റിലൂടെ അവർ നേടിയ പരിശീലനത്തിന്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജും ബ്രില്യന്റ് വിദ്യാർത്ഥികളുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന യാത്രയാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. ബ്രില്യന്റ് എന്ന പേര് ഇന്ന് കേരളത്തിലെ മെഡിക്കൽ പ്രവേശനത്തിന്റെ പര്യായമായി മാറിയിരിക്കുന്നു. യെസ്, പിന്നീട് നമ്മൾ എത്തിച്ചേർന്നത് നമ്മുടെ സ്വന്തം കോട്ടയം മെഡിക്കൽ കോളേജ്. ഇത് കോട്ടയമാ, കോട്ടയം.
കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. ഫസ്റ്റ് ഇയറിൽ 175 സീറ്റുകളുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം 150 കടന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ കൂടി നിന്ന വിദ്യാർത്ഥികളുടെ എല്ലാം കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ എൻട്രൻസ് സ്ഥാപനത്തിൽ നിന്ന് മാത്രം ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം ലഭിക്കുക എന്നത് അസാധാരണമായ ഒരു വലിയ നേട്ടം തന്നെയാണ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, വിദ്യാർത്ഥികൾക്ക് ബ്രില്യന്റ് അക്കാദമിക് മികവ് മാത്രമല്ല സമ്മാനിക്കാറുള്ളത്. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും വളർത്തുന്നതിൽ 2024 ബ്രില്യന്റ് എത്രത്തോളം വിജയിച്ചു എന്നതിന്റെ തെളിവായിരുന്നു കോട്ടയത്തെ ഈ കാഴ്ച. പിന്നീട് നേരെ നമ്മുടെ തൃശ്ശൂർ. 175 സീറ്റുകളുള്ള തൃശൂർ മെഡിക്കൽ കോളേജിൽ 125ലധികം വിദ്യാർത്ഥികളും ബ്രില്യന്റിലെ പ്രതിഭകളായിരുന്നു. കോട്ടയത്ത് കണ്ട കാഴ്ചയുടെ തനി ആവർത്തനം എന്ന് തന്നെ പറയണം തൃശൂരിലെ ഫസ്റ്റ് ഇയർ ബ്രില്യന്റിയൻസ് വിദ്യാർത്ഥികൾ. യെസ്, വിദ്യാർത്ഥികൾ കാണുന്ന സ്വപ്നം അതേ ആത്മാർത്ഥതയോടുകൂടി കാണുന്ന ഏക സ്ഥാപനം ബ്രില്യന്റ്. അവിടുന്ന് നേരെ ഇടുക്കി മെഡിക്കൽ കോളേജ്. കുയിലുമലച്ചരിവുകളിൽ കിളിയാറിൻ പടവുകളിൽ കുതിരക്കല്ലങ്ങാടി മുക്കിൽ. ഇടുക്കി പോലുള്ള ഒരു മലയോര ജില്ലയിൽ പുതിയതായി ആരംഭിച്ച ഒരു മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ 90% ഒരൊറ്റ പരിശീലന സ്ഥാപനത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറയുന്നത് തന്നെ എത്ര കിടിലനാണെന്നൊന്ന് ഓർത്തു നോക്കി. യെസ്, പുതിയ തലമുറയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് വെറും 3 വർഷം മുൻപാണ് പ്രവേശന നടപടികൾ ആരംഭിച്ചത്. ഈ 3 വർഷങ്ങൾക്കിടയിൽ ആകെ 300 വിദ്യാർത്ഥികളാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിനായി ഇതിനോടകം പ്രവേശനം നേടിയത്. എന്നാൽ ഈ 300 വിദ്യാർത്ഥികളിൽ 240 പേരും ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയവരാണെന്നത് ഒരു സാധാരണ നേട്ടമല്ല, മറിച്ച് എൻട്രൻസ് രംഗത്തെ ബ്രില്യന്റിന്റെ മികവിനെ തെളിയിക്കുന്ന ഒരു വലിയ വിജയം തന്നെയാണ്. പിന്നീട് പാലായി തന്നെയുള്ള IIIT വലവൂരിലേക്കായിരുന്നു ബ്രില്യന്റിന്റെ അടുത്ത യാത്ര. അങ്ങനെ നമ്മുടെ യാത്ര നേരെ പാലായിൽ വന്ന് അവസാനിക്കുകയാണ്. യെസ്, IIIT വലവൂരിലായിരുന്നു ബ്രില്യന്റ് ടീം അവസാനമായി എത്തിയത്. മെഡിക്കൽ രംഗത്ത് മാത്രമല്ല, സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും ബ്രില്യന്റ് സ്റ്റഡി സെന്ററും ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളും തങ്ങളുടെ മികവ് തെളിയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് IIT വലവൂരിലും 95% ഓഫ് മലയാളി വിദ്യാർത്ഥികളും ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നിന്നുള്ളവരായിരുന്നു. യെസ്, ബ്രില്യന്റിന് എപ്പോഴും അവകാശപ്പെടാനുള്ളത് സത്യസന്ധമായ റിസൾട്ടുകൾ കൂടിയാണ് എന്നുള്ളതിന്റെ നേർക്കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 2024 MBBS പ്രവേശന പരീക്ഷാ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു പേര് നിരന്തരമായി കേരളത്തിൽ ഉയർന്നു കേട്ടു: ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. കേരളത്തിലെ എൻട്രൻസ് പരിശീലന രംഗത്ത് 41 വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥാപനം 2024 കൈവരിച്ച നേട്ടങ്ങൾ മുൻകാല റെക്കോർഡുകളെയും കടത്തിവെട്ടുന്നതായിരുന്നു. അതെ, 2024 മാത്രം 5000 MBBS സീറ്റുകളാണ് രാജ്യമെമ്പാടുമുള്ള മെഡിക്കൽ കോളേജുകളിൽ ബ്രില്യന്റ് നേടിയെടുത്തത്. യെസ്, ബ്രില്യന്റ് സ്റ്റഡി സെന്റർ നേടിയത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വിജയമല്ല, മറിച്ച് കഠിനാധ്വാനം, അർപ്പണബോധം, ചിട്ടയായ പരിശീലനം എന്നിവയിലൂടെ ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഒരു വലിയ മുന്നേറ്റമാണ്. 2024 MBBS എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ എന്ന പേര് ഇന്ത്യൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർത്തു. വരും വർഷങ്ങളിലും ഈ വിജയഗാഥ തുടരുമെന്ന് കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിയും, ഓരോ രക്ഷിതാവും, ഓരോ അധ്യാപകനും വിശ്വസിക്കുന്നു. ബ്രില്യന്റ് ഒരു എൻട്രൻസ് പരിശീലന കേന്ദ്രം മാത്രമല്ല, അത് 41 വർഷമായി ഇന്ത്യയുടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഭാവിയെ രൂപപ്പെടുത്തുന്ന, ഇതിനോടകം 1 ലക്ഷം ഡോക്ടർമാരെയും
1.5 ലക്ഷം എഞ്ചിനീയർമാരും അടങ്ങുന്ന ഒരു വലിയ ശക്തിയാണ്. സോ ഇനി റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് റിസൾട്ടുകൾ തന്നെയാണ്. യെസ്, സത്യസന്ധമായ റിസൾട്ടുകൾ പറയുന്ന ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം ആവട്ടെ നിങ്ങളുടെ ഒരു വർഷത്തെ റിപ്പീറ്റേഴ്സ് കാലഘട്ടം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും സന്ദർശിക്കുക www.brilliantpala.org. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. സോ റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കൂ, റാങ്കുകൾ കരസ്ഥമാക്കൂ. Brilliant Study Center, India's #1 coaching center for NEET and JEE.